അമ്മയെപ്പറ്റി എല്ലാ മക്കൾക്കും പറയാനുള്ളത് ഒന്ന് തന്നെ. അമ്മ വളരെ കാര്യപ്രാപ്തിയുള്ള സ്ത്രീയായിരുന്നു. ഗ്രഹഭരണത്തിൽ അതിസമർത്ഥ, ഇല്ലത്തെ ഒരേ ഒരു സ്ത്രീജനം. അച്ഛനാണെങ്കിൽ അമ്മയുടെ കഴിവിൽ പൂർണ്ണ വിശ്വാസം. വരിക്കാശ്ശേരിയിലെ പടിഞ്ഞാറ്റിനീപ്പല്ലി ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ രേഖകളിലെ വരികൾ ഓർക്കുന്നില്ലേ? വരിക്കാശ്ശേരിയിൽ ഒരു ദിവസം സദ്യയല്ല എന്ന് വന്നാൽ അതാണ് വിശേഷം. ബാക്കിയൊക്കെ പതിവ് ദിവസങ്ങൾ. എത്ര പേർ അരിയാണ് വെച്ചു വിളമ്പിയെന്ന് ആർക്കും ഒരു രൂപവുമില്ല. ദഹണ്ണക്കാരുടെ ശബ്ദമാണ് അവിടെ സദാ മുഴങ്ങുക. ദഹണ്ണക്കാരനും ദാസികളും ആനക്കാരും ഡ്രൈവർമാരും സന്ദർശകരുമൊക്കെയായി മനയുടെ സദാ സജീവം. അഷ്ടമി രോഹിണി ഉത്സവത്തിന് 7 ദിവസത്തെ പൂജയാണ്. വരാമായിരിക്കാൻ 41, ചില വർഷങ്ങളിൽ 101 ആട്യബ്രാഹ്മണരും ഉണ്ടായിരിക്കും. അവരെ ഊട്ടി പ്രസാദിപ്പിച്ചുകൊണ്ടേയിരിക്കും. നമ്പൂതിരി, അമ്പലവാസി, നായന്മാർക്കെല്ലാം സദ്യയാണ്. പന്തി ഭോജനവും ഉണ്ടായിരിക്കും. പണിക്ക് തന്നെ 10-40 പുരുഷന്മാരും സ്ത്രീകളും. അയൽവാസികളുടെ ഓർമ്മയിൽ അന്ന് മുഴുവൻ പാൽമയമായിരിക്കും. ആനകൾക്കും പാൽപായസം തന്നെ ഭക്ഷണം. വളരെ സ്വാദിഷ്ടമായ പഞ്ചസാര പായസം തയ്യാറാക്കിയിരുന്ന ഒരു നമ്പൂതിരി ഉണ്ടായിരുന്നു. ആ നമ്പൂതിരിയെ വിളിച്ചിരുന്നത് പഞ്ചസാര പായസം നമ്പൂതിരി എന്നായിരുന്നു. ഇതിൻ്റെയൊക്കെ പിന്നിൽ ചരട് വലിച്ചിരുന്ന സ്ത്രീ സാന്നിധ്യം ഗൗരി അന്തർജനത്തിൻ്റേതു തന്നെ. കർക്കിടക മാസം മുഴുവൻ അഖണ്ഡനാമജപം, ഭാഗവത പാരായണം മുതലായവയ്ക്ക് ഈ തിരക്കിനിടയിലും അവർ സമയം കണ്ടെത്തിയിരുന്നു. ഉണ്ണി നമ്പൂതിരിപ്പാടിൻ്റെ കാലശേഷം ഗൃഹഭരണത്തിൽ താല്പര്യം കുറഞ്ഞു. അമ്മയുടെ അവസാന കാലത്തെ ഈശ്വരാർപ്പിത ജീവിതത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് ഒരു സംഭവം ഓർത്തു. ദേശമംഗലം മനയിൽ ഒരു അമ്മയുടെ 100-ാം പിറന്നാൾ ആഘോഷിക്കുകയായിരുന്നു. അവരെ സ്മരിക്കുകയാൽ ഗൗരി അന്തർജനവും പോയി. പക്ഷെ അവിടെ ചെന്നപ്പോൾ 100-ാം പിറന്നാളുകാരി അമ്മയ്ക്കൊരാഗ്രഹം. ഇത്രയധികം നാമം ജപിച്ച് നാമജകം ദേഹത്തിൽ ലയിച്ച ഗൗരിയെ എനിക്കൊന്ന് നമസ്കരിക്കണം. അത്ര ഭക്തിയായിരുന്നു ഗൗരി അന്തർജനം. ഓരോരുത്തർക്കും കുട്ടികളെ നോക്കുവാൻ പ്രത്യേകം ഇരിക്കണ അമ്മയെ ഏർപ്പാട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും എല്ലാ ഇരിക്കണ അമ്മമാരും എല്ലാ മക്കളുടെ കുട്ടികളെയും എടുത്ത് നടന്നു കൊള്ളാമെന്ന് ഗൗരി അന്തർജനത്തിന് നിർബന്ധമായിരുന്നു. മരുമകൾ ഉമാദേവി അന്തർജനത്തിന്റെ മനസ്സിൽ പ്രത്യേകം പതിഞ്ഞത് അമ്മായി അമ്മയുടെ മരുമക്കളോടെല്ലാവരോടുമുള്ള ഈ സമഭാവനയാണ്. ഒരു പൂവിതൽ കൊഴിയുന്നത്ര അനായാസേനെ ഗൗരി അന്തർജനം മരണമടഞ്ഞു. ഉണ്ണി നമ്പൂതിരിപ്പാടിന്റെ അനുജൻ രവി എന്ന കുഞ്ഞനുജൻ നമ്പൂതിരിപ്പാട് 1900-ൽ ജനിച്ചു. പരമസാത്വികനും ബ്രഹ്മചാരിയുമായിരുന്നു. സാഹിത്യത്തിൽ ജ്യോതിഷത്വത്തിലും നല്ല ജ്ഞാനം. ഋഗ്വേദം അവസാന നാളുകൾ വരെ നല്ലതുപോലെ ഹൃദ്യസ്ഥം. ഇന്നത്തെ തലമുറയിലെ മൂത്ത 3 ആൺമക്കളെയും ഓർത്ത് പഠിപ്പിച്ചത് ഇദ്ദേഹമാണ്. ബാല്യം മുതലൊക്കെ മനയുമായി ബന്ധപ്പെട്ട് വളർന്ന അയൽവാസിയായ കൃഷ്ണൻകുട്ടി നായരുടെ അഭിപ്രായത്തിൽ ഋഷിതുല്യ പ്രകൃതമായിരുന്നു അപ്പൻ രവി നമ്പൂതിരിപ്പാടിൻ്റേത്. എന്നിരുന്നാലും ഓത്തു പഠിപ്പിക്കുമ്പോൾ ചെറിയൊരു തെറ്റുപോലും സഹിക്കുവാൻ പറ്റിയിരുന്നില്ല. ഒരു തെറ്റ് പറ്റിയാൽ തല ചുവരിൽ മുട്ടിക്കുക, കല്ല് മുണ്ടിൽ കെട്ടി അടി കൊടുക്കുക മുതലായവയായിരുന്നു അത്രേ പണ്ടത്തെ ശിക്ഷ. സഹനശക്തി കുറവായതുകൊണ്ടാണ് സ്നേഹക്കുറവൊന്നുമില്ല. മനയിൽ പോലും സ്ത്രീകളിരുന്ന ഭാഗത്തേക്കൊന്നും പോകാറേയില്ല. ഏതു നേരവും കുളിയും നാമജപവും ഒക്കെയായി അധിക നേരം കുളിക്കടവിലും പരിസരത്തിലും കണ്ടിരുന്നതുകൊണ്ട് നാട്ടുകാർ അദ്ദേഹത്തിന് നൽകിയ പേര് കുളക്കടവ് തമ്പുരാൻ രാമൻ നമ്പൂതിരിപ്പാട് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. മലമക്കാവിൽ കേശവ പൊതുവാളിൽ നിന്നും തായമ്പക പഠിച്ചിട്ടുണ്ട്. വാസുദേവൻ നമ്പൂതിരിപ്പാട് ഓർക്കുന്നു, തനിക്കൊരു 10 വയസ്സായ കാലത്ത് പോലും അപ്പൻ വില്ലിന്മേൽ തായമ്പക കൊട്ടിയിരുന്നു. നല്ല ഉറച്ച താളമായിരുന്നു. അദ്ദേഹം 76-ാം വയസ്സിൽ മരണമടഞ്ഞു. അപ്പൻ തമ്പുരാന്റെ മരണത്തോടെയാണ് മനയുടെ നല്ല കാലം അവസാനിച്ചതെന്ന് പറയാം. ഈ പ്രതാപത്തിനിടയിലും ഉണ്ണി നമ്പൂതിരിപ്പാടിന്റെ ജീവിതത്തിൽ ഒരടി പറ്റി. താങ്കളുടെ മകളെ എൻ്റെ മകനെ കൊണ്ട് വേളി കഴിപ്പിക്കാമെന്ന് വാക്കുകൊടുത്തെങ്കിലും മൂത്ത മകൻ വേളിക്ക് 4 ദിവസം മുൻപ് അത് നടത്തുവാൻ സാധ്യമല്ലെന്ന് അറിയിച്ചു. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഈ സംഭവം ഉണ്ണി നമ്പൂതിരിപ്പാടിനെ വല്ലാതെ തളർത്തി. പക്ഷെ അനുജൻ കൃഷ്ണനെ നമ്പൂതിരിപ്പാട് അച്ഛനോടൊപ്പം നിന്ന് ആ പെൺകുട്ടിയെ വേളി കഴിച്ചു. അച്ഛനും മൂത്ത മകനും ഇക്കാര്യത്തിൽ കുറച്ചു കാലം പിണങ്ങിയിരുന്നുവെങ്കിലും പിന്നീട് മുറിപാടുകളൊക്കെ ഉണങ്ങി രമ്യതയിലായി. ആനകളും അമ്പാരിയും അമ്പലങ്ങളും വേദവും വേദാന്തവും ഒക്കെയായി സുഭിക്ഷതയുടെ നടുവിൽ ആഡിത്യത്തിൻ്റെയും അധികാരത്തിൻ്റെയും സമ്പന്നതയുടെയും ഐശ്വര്യത്തിൻ്റെയും നിറവിൽ ഉണ്ണി നമ്പൂതിരിപ്പാടും കുടുംബവും വരിക്കാശ്ശേരി മനയ്ക്കുള്ളിൽ കഴിയുമ്പോൾ മനയ്ക്ക് പുറത്തുള്ള ലോകത്ത് എന്തായിരുന്നു സ്ഥിതി എന്നുകൂടി അറിയണ്ടേ. മലബാർ 1792 മുതൽ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഭാഗമായി. 19-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ശതകത്തിൽ തന്നെ ബ്രിട്ടീഷ് അധികാരികളും കൊച്ചി തിരുവിതാംകൂർ രാജാക്കന്മാരും
പല ഭരണപരിഷ്കാരങ്ങളും ഏർപ്പെടുത്തി. പാശ്ചാത്യ വിദ്യാഭ്യാസം പ്രചരിപ്പിച്ചത് തന്നെയാണ് പ്രധാനമായ സംഭവ വികാസം. ഈ ഭരണപരിഷ്കാരങ്ങളെപ്പറ്റി എം ശ്രീധരമേനോൻ കേരള സംസ്കാരത്തിൽ വിവരിക്കുന്നുണ്ട്. പാശ്ചാത്യ വിദ്യാഭ്യാസം സാമൂഹിക പരിവർത്തനത്തിന് വേഗം കൂട്ടി. അടിമ സമ്പ്രദായം നിർത്തലാക്കിയതാണ് ശ്രദ്ധേയമായ മറ്റൊരു സാമൂഹിക പരിഷ്കാരം. അത് ജന്മിത്വത്തിൻ്റെ അടിസ്ഥാനം തകർത്തു. മലബാറിലും കൊച്ചിയിലും തിരുവിതാംകൂറിലും സർക്കാർ യന്ത്രത്തിൻ്റെ പ്രവർത്തന രീതിയിൽ കാതലായ മാറ്റം പലതുമുണ്ടായി. പാരമ്പര്യ വഴിക്കുള്ള ഉദ്യോഗങ്ങൾ നിർത്തലാക്കപ്പെട്ടു. കോടതികൾ പാശ്ചാത്യ സമ്പ്രദായമനുസരിച്ച് പുനഃസംഘടിക്കപ്പെട്ടു. വിചാരണ സമ്പ്രദായത്തിലും ശിക്ഷാരീതിയിലും മാറ്റം വന്നു. പ്രധാന പട്ടണങ്ങളിലെല്ലാം കോടതികളും തുറന്നു. പഴയ മട്ടിലുള്ള കരംപരിവ സമ്പ്രദായങ്ങൾ അവസാനിപ്പിച്ചു. അത് സ്വതന്ത്രമായ സാമ്പത്തിക ബന്ധങ്ങൾക്ക് വഴിതെളിച്ചു. സർക്കാരിന് വേണ്ടി വേതനം കൂടാതെ നിർബന്ധമായി പണി ചെയ്യുന്ന രീതിയും ഇല്ലാതെയായി. നിയതമായ പ്രതിമാസം ശമ്പളം നൽകുന്ന രീതി നടപ്പിൽ വന്നു. ആഭരണങ്ങളും വസ്ത്രങ്ങളും വാഹനങ്ങളും ഉപയോഗിക്കുന്ന രീതിയിലുണ്ടായിരുന്ന വിലക്കുകളും നിയന്ത്രണങ്ങളും എടുത്തുമാറ്റി. ജന്മിത്ത വ്യവസ്ഥയെ സാമൂഹിക സമത്വത്തിനും സാമൂഹിക നീതിക്കും വഴിമാറിക്കൊടുക്കുന്നതിന് നിദാനമായി തീർന്നു ഇമാതിരി പരിഷ്കാര നടപടികൾ. യഥാസ്ഥിത നമ്പൂതിരി ബ്രാഹ്മണന്മാർക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തോട് വിമുഖതയായിരുന്നു. തങ്ങൾക്ക് ചുറ്റും നടന്നുവരുന്ന രാഷ്ട്രീയ സാമ്പത്തിക മാറ്റങ്ങളെക്കുറിച്ച് വേണ്ടത്ര വിവരമില്ലാത്തതിനാൽ കാലത്തിനൊപ്പം നീങ്ങുവാൻ അവർക്ക് പറ്റാതെയായി. അതുവരെ സമൂഹത്തിൽ അവർക്കുണ്ടായിരുന്ന ഉന്നത സ്ഥാനം അവരറിയാതെ തന്നെ കാൽ കീഴിൽ നിന്ന് ഒഴുകിപ്പോവുകയായിരുന്നു. ആവശ്യമുള്ള പണം പാട്ടക്കാർ വഴി ഒഴുകി വരുന്ന സമ്പ്രദായത്തിന് അടിമപ്പെട്ടിരുന്നതുകൊണ്ട് മനയുടെ മതിൽക്കെട്ടിന് പുറത്തെ ലോകത്തെപ്പറ്റിയോ അതിലെ മനുഷ്യരെ പറ്റിയോ വരിക്കാശ്ശേരിയില്ലക്കാർ ഒന്നും അറിഞ്ഞില്ല. അറിയേണ്ട ആവശ്യം അവർക്കില്ലായിരുന്നുവെന്ന് വേണം പറയാൻ. അടുത്ത തലമുറ അനുഭവിക്കുവാനിരിക്കുന്ന അടിവേരുകൾ പോലും പിഴുതെറിയുവാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ചും ഒന്നും അറിയാതെ ഉണ്ണി നമ്പൂതിരിപ്പാട് മരണമടഞ്ഞു. ഇന്നത്തെ തലമുറയിലെ മൂത്ത 4 ആൺമക്കളും മരിച്ചുപോയി. കുഞ്ചുതമ്പുരാൻ എന്ന നാരായണൻ നമ്പൂതിരിപ്പാടാണ് ഉണ്ണിത്തിരുപ്പാടിൻ്റെ മൂത്ത മകൻ. വേദപഠനം കഴിഞ്ഞ് ഇദ്ദേഹം പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന് പോയി. മുത്തച്ഛൻ എതിർത്തെങ്കിലും അച്ഛൻ അപ്പനും അനുകൂലിച്ചിരുന്നു. ആടാട്ട് കൂറൂർ അനുജൻ എന്ന നാരായണൻ നമ്പൂതിരിപ്പാടിൻ്റെ മകളായ പങ്കജാക്ഷി അമ്മയെ വിവാഹം ചെയ്തു. ആദ്യകാലത്ത് തികഞ്ഞ നിരീശ്വരവാദിയായിരുന്നു. കമ്മ്യൂണിസ്റ്റ് ചായ ഉണ്ടായിരുന്നതുകൊണ്ട് പാർട്ടിക്ക് വേണ്ടി ധാരാളം പണം ചെലവാക്കിയിട്ടുമുണ്ട്. ഇദ്ദേഹത്തിന് കേരള ഗവൺമെൻറ്റിൻ്റെ സ്വാതന്ത്ര്യ സമര പെൻഷൻ ലഭിച്ചിരുന്നു. 9,000 പറ പാട്ടനെല്ലാണ് ഇദ്ദേഹത്തിന് ഷെയറായി കൊല്ലങ്കോട്ട് നൽകിയിരുന്നത്. അവസാന കാലമായപ്പോഴേക്കും അതെല്ലാം വിറ്റ് ഡൽഹിയിൽ മക്കളോടൊപ്പമായിരുന്നു. അവിടെ വെച്ച് തന്നെ മരിക്കുകയും ചെയ്തു. അങ്ങനെ വരിക്കാശ്ശേരിയിലെ മൂത്ത സന്തതിയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിതം വരിക്കാശ്ശേരിയിൽ നിന്നും വളരെ അകന്നായിരുന്നു. മനയുടെ സ്ഥിരം പന്ഥാവിൽ നിന്നും വേറിട്ട് നിന്ന ആളാണ് കുഞ്ചു നമ്പൂതിരിപ്പാട്. അന്നത്തെ കാലത്ത് മനസ്സിനിണങ്ങിയ ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുകയും ആ കുട്ടിയെ തന്നെ വിവാഹം കഴിക്കുന്നതിന് തൻ്റെ ഇണം കാണിക്കുകയും ചെയ്തു. രണ്ടാമത്തെ ആൾ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. ഈ തമ്പുരാൻ എന്ന അഷ്ടമൂർത്തി നമ്പൂതിരിപ്പാട് തന്നെയാണ് പേര്. ഇദ്ദേഹവും ഏട്ടനോടൊപ്പം വേദപഠനത്തിന് ശേഷം സ്കൂൾ വിദ്യാഭ്യാസം നേടിയിട്ടുണ്ട്. കോളേജിലെ പഠനം മുഴുവനാക്കിയിട്ടില്ല. ഉണ്ണി നമ്പൂതിരിപ്പാട് എല്ലാ കാര്യങ്ങളിലും ഈ മകനോട് ചോദിച്ചാണ് തീരുമാനിക്കാറുള്ളത്. വിവാഹത്തിൻ്റെ കാര്യത്തിൽ തെറ്റിൽ നിന്ന് അച്ഛനെയും മൂത്ത മകനെയും രമ്യതയിലാക്കി ഏട്ടനെ വീട്ടിലേക്ക് വീട്ടിക്കൊണ്ടുവന്നതും ഇദ്ദേഹം തന്നെയാണ്. എഞ്ചിനീയറിംഗ് വിദ്യയൊന്നും അഭ്യസിച്ചിട്ടില്ല എങ്കിലും റേഡിയോ ആദ്യമായി വന്ന കാലത്ത് അത് സ്വയം പഠിച്ച് റേഡിയോകൾ ഉണ്ടാക്കുമായിരുന്നു. അതുപോലെ തന്നെ ഇലക്ട്രിക് ക്ലോക്കുകളും വിൻ ചാർജറുമൊക്കെ ഇദ്ദേഹത്തിന് വഴങ്ങിയിരുന്നു. മനുഷ്യരി അടുത്തുള്ള പന്നമണ്ണക്കളത്തിലായിരുന്നു താമസം. ഭാഗപ്രകാരം 17 ഏക്കർ പാടവും 27 ഏക്കർ പറമ്പിൽ ലഭിച്ചിരുന്നുവെങ്കിലും പെൺമക്കളുടെ വിവാഹാവശ്യങ്ങൾക്ക് മറ്റുമായി കുറേയൊക്കെ വിറ്റുപോയി. കുടലൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്, പൂമുള്ളി 6-ാം തമ്പുരാൻ, ഡോക്ടർ നാരായണൻ നമ്പൂതിരിപ്പാട് എന്നിവർ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. 86-ാം വയസ്സിൽ മരണമടഞ്ഞു. മരണം വരെ വാക്കിലും നോക്കിലും തികഞ്ഞ പ്രഭുത്വം നിലനിർത്തി. വരിക്കാശ്ശേരി മനയുടെ യാതൊരുവിധ ആർഭാടങ്ങളും എത്തി നോക്കാത്ത ഒരതിസാധാരണ കെട്ടിടത്തിലാണ് കുഞ്ഞനുജൻ നമ്പൂതിരിപ്പാട് എന്ന വാസുദേവൻ നമ്പൂതിരിപ്പാട് അന്ത്യയാമം നൽകിയത്. ഭാര്യ ഉമാദേവി അന്തർജനവും മകനും ഒരു മകളുമായി താമസിക്കുന്നതും ഇവിടെയാണ്. പണ്ടത്തെ കാര്യങ്ങൾ ശ്രദ്ധാപൂർവം ഓർത്തു വെച്ചിരിക്കുന്നത് മനുഷ്യരിയിൽ തന്നെ സ്ഥിരമാക്കിയ വാസുദേവൻ എന്ന കുഞ്ഞനുജൻ നമ്പൂതിരിപ്പാട് തന്നെയാണെന്ന് മറ്റ് സഹോദരന്മാർ പറഞ്ഞറിഞ്ഞതാണ്. അതിനാൽ ആദ്യം ഞാനും രാജേട്ടനും അദ്ദേഹത്തെ കാണുവാൻ പോയി. വാസുദേവൻ നമ്പൂതിരിപ്പാടിന് 82 വയസ്സായി.
ചെവി കേൾക്കുവാൻ കുറച്ച് പ്രയാസമുണ്ടെങ്കിലും ഭാര്യ ഉമാദേവി അന്തർജനം കൂടെ ഇരുന്ന് എഴുതി കാണിച്ച് ആശ്രയ കൈമാറ്റം എളുപ്പമാക്കി കഴിഞ്ഞു. നെല്ലും മലരും നെയ്യും അഗ്നിയിൽ ഹോമിച്ച് ഹോമകുണ്ടത്തിലെ 3 തവണ പ്രദക്ഷിണം വെച്ച് അഗ്നിസാക്ഷിയായി പാണിഗ്രഹണം നടത്തി മരണം വരെ ഒന്നിച്ച് ജീവിതം നയിക്കാമെന്ന് ഋഗ്വേദമന്ത്രം ചൊല്ലി നടന്ന വേളിയുടെ പവിത്രത ഈ ദമ്പതികളുടെ ജീവിതത്തിലേക്കും പകർന്നു കിട്ടിയിട്ടുണ്ടെന്ന് തോന്നി. നാം മുരിക്കാശ്ശേരി ഇല്ലത്തെക്കുറിച്ചാണല്ലോ സംസാരിക്കുന്നത്. അതുകൊണ്ട് വാസുദേവൻ നമ്പൂതിരിപ്പാടിൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് അറിയാം. ജനനം 1930 ധനുമാസത്തിൽ. ഇദ്ദേഹത്തിൻ്റെ ജനനത്തോടു കൂടിയാണത്രേ വരിക്കാശ്ശേരി ഇല്ലത്തേക്ക് അലോപ്പതി മരുന്നുകളും ഡോക്ടറും ആദ്യമായി കടന്നു വരുന്നത്. അമ്മ ഗൗരി അന്തർജനത്തിന് പ്രസവവേദന തുടങ്ങി 3 ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പ്രസവം നടക്കാതിരുന്നപ്പോൾ ഒറ്റപ്പാലത്തെ പ്രശസ്തനായ ഡോക്ടർ നാണുക്കുട്ടി മേനോനെ കൂട്ടിക്കൊണ്ടുവന്നു. കുട്ടിയുടെ തലയ്ക്ക് പകരം മുതുഭാഗം പുറത്തേക്ക് വരുവാൻ ശ്രമിച്ചതായിരുന്നു പ്രസവ തടസ്സം. ഡോക്ടർ വന്ന് 5 മിനിറ്റിനുള്ളിൽ പ്രസവം നടന്നു. ബാക്കി പ്രസവ ശുശ്രൂഷയൊക്കെ പിഴിഞ്ഞുകുത്ത്, നരസിംഹ സാരസയാന സേവ, സ്നേഹപാനം ഇല്ലത്തെ സ്ഥിരം വൈദ്യന്മാരായിരുന്ന പൈങ്കുളത്ത് പമ്പയിൽ നമ്പീശൻ്റെയും വൈദവട നമ്പൂതിരിമാരുടെയും ആയുർവേദ പ്രകാരം തന്നെയായിരുന്നു. വാസുദേവൻ നമ്പൂതിരിപ്പാടിൻ്റെ ജനനം ഇല്ലത്തേക്ക് ഐശ്വര്യത്തിൻ്റെ നിറകുടം കൊണ്ടുവന്നുകൊണ്ടേയിരുന്നു. 10 ആയപ്പുരകൾ പണിതതും ആദ്യമായി കാറ് വാങ്ങിയതും വീണ്ടും ആനയെ വാങ്ങിയതും എല്ലാം വാസുദേവൻ നമ്പൂതിരിപ്പാട് വരുന്ന ശേഷമായിരുന്നു. പൊതുവെ നമ്പൂതിരി കുടുംബങ്ങളിലെ കുട്ടികളുടെ ജീവിതം ആൺപെൺ വ്യത്യാസമില്ലാതെയാണ് ആചാരാനുഷ്ഠാനങ്ങളിൽ ബന്ധിതമായ ലളിത ജീവിതവുമാണ്. ആൺകുട്ടികൾക്ക് 60 വയസ്സ് കഴിഞ്ഞാൽ ഉപനയനം, അത് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞാൽ വേദപഠനം തുടങ്ങുകയായി. സന്ധ്യാവന്ദനം മുടങ്ങാനേ പാടില്ല. വാസുദേവൻ നമ്പൂതിരിപ്പാടും അതെല്ലാം മുറപ്രകാരം നടന്നു. സ്കൂൾ വിദ്യാഭ്യാസം ഒറ്റപ്പാലം NSS ഹൈസ്കൂളിൽ BSc അഗ്രികൾച്ചർ ബിരുദം നേടിയ ഉടനെ തന്നെ സൗത്ത് ഏർക്കാടിൽ ഷുഗർ കെയർ അസിസ്റ്റൻ്റായി നിയമന ഉത്തരവ് ലഭിച്ചെങ്കിലും MScക്ക് പഠിക്കണമെന്നുകൊണ്ട് ആ ജോലി സ്വീകരിച്ചില്ല. അച്ഛൻ്റെ മരണം കാരണം MSc പഠനവും നടന്നില്ല. 34 വയസ്സിലാണ് വേളി. വേളി നടക്കുന്ന കാലത്ത് ഉമാദേവി നവാമുകുന്ദ സ്കൂളിൽ ടീച്ചറായിരുന്നു. വേളി കഴിഞ്ഞ് 10 കൊല്ലം ജോലിക്ക് പോയെങ്കിലും പിന്നീട് അനങ്ങനടി ഹൈസ്കൂളിൽ നിന്നും വിരമിച്ചു. വിദ്യാഭ്യാസം കാര്യപ്രാപ്തിയുമുള്ള ആളാണ് ഉമ എന്നാണ് ഭർത്താവിൻ്റെ ആത്മാർത്ഥമായ അഭിപ്രായം.